വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ പക്ഷേ വളരെ വലിയ പ്രോഫിറ്റ് ലഭിക്കുന്ന കേരളത്തിൽ ഈ വർഷം ചെയ്യാൻ കഴിയുന്ന മികച്ച ബിസിനസ് ആശയങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സമ്പന്നമായ പ്രകൃതി വിഭവങ്ങൾ, ടൂറിസം നയിക്കുന്ന സമ്പദ് വ്യവസ്ഥ, പരിസ്ഥിതി സൗഹൃദപരവും പ്രാദേശികവുമായുള്ള ഉൽപ്പന്നങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന ആവശ്യം ഇപ്പോൾ കേരളത്തിന്റെ ബിസിനസ് മേഖല വളരെ വേഗത്തിൽ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിരവധി പിന്തുണയും സഹായവും ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ചെറുകിട ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ 2025 നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ വളരെ വലിയ പ്രോഫിറ്റ് ലഭിക്കുന്ന ഒരു 5 ബിസിനസ് ഐഡിയാസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബിസിനസ് മേഖലയാണ് കയർ നിർമ്മാണം. കേരളത്തിൽ കയർ നിർമ്മാണ ബിസിനസ് വളരെ പരമ്പരാഗതവും എന്നാൽ വളരെയേറെ ലാഭകരവുമായ ഒരു ബിസിനസ് ആണ്. അതിനുള്ള പ്രധാന കാരണം നമ്മുടെ നാട്ടിൽ സാധാരണമായി കാണുന്ന തെങ്ങ് കൃഷി തന്നെയാണ്. നിരവധി തെങ്ങ് വളരുന്ന ഒരു പ്രദേശമാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വളരെ ലാഭകരമായി വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് ആണ് കയർ നിർമ്മാണ ബിസിനസ്. പരിസ്ഥിതി സൗഹൃദമായ കയർ മുതൽ സ്റ്റൈലിഷ് ബാഗുകൾ വരെ നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ ചെയ്യാൻ കഴിയും. കയർ ഉൽപ്പന്നങ്ങൾ ആഭ്യന്തര അന്തർദേശീയ വിപണികളിൽ വളരെയേറെ പ്രചാരം നേടിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് കൂടുതൽ ലാഭം പ്രദാനം ചെയ്യുന്നു. ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങളുടെ കയ്യിൽ 50,000 രൂപ മുതൽ 1,50,000 രൂപ വരെ ഉണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയി ആരംഭിക്കാവുന്നതാണ്. ഈ ഒരു ബിസിനസ് ആരംഭിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് മാർജിൻ 35% മുതൽ 50% വരെയാണ്. നമുക്ക് വെറുതെ ഇങ്ങനെ ഒരു ബിസിനസ് ആരംഭിക്കാനൊന്നും കഴിയില്ല. ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് ലൈസൻസുകൾ ആവശ്യമാണ്. അവ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ ലൈസൻസുകളാണ് ഉദ്യം രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ GST ലൈസൻസ്. ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് എന്താണെന്ന് നമുക്കിനി നോക്കാം. ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തെങ്ങ്. തെങ്ങിലെ തേങ്ങയുടെ തൊണ്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ് വളരെ സിമ്പിൾ ആയി ആരംഭിക്കാവുന്നതാണ്. അത് മാത്രമല്ല നമുക്ക് വീണ്ടും കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. കയർ റോപ്പുകൾ, അതുപോലെ തന്നെ കളർ നൽകുന്നതിനായി ചായവും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്. ഈ ഒരു ബിസിനസിന്റെ സാധ്യതകൾ, ഈ ഒരു ബിസിനസ് നിങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ എന്തൊക്കെ പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. എക്കോ ഫ്രണ്ട്ലി മാറ്റ്സ്, ബാഗ്സ്, പ്ലാന്റേഴ്സ് എന്നിവ നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ ആരംഭിക്കാൻ കഴിയും. അത് മാത്രമല്ല ഇന്ത്യക്ക് അകത്തും ഇന്ത്യക്ക് പുറത്തും ഈ ഒരു കയർ ഉൽപ്പന്നങ്ങൾക്ക്, കയർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വളരെ വലിയ ഡിമാൻഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വർഷം വളരെ കുറഞ്ഞ ചിലവിൽ വളരെ കൂടുതൽ ലാഭം ലഭിക്കുന്ന ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ബിസിനസ് ഐഡിയ എന്താണെന്ന് നോക്കാം. വളരെ രസകരവും വളരെ പവർഫുള്ളുമായിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ ആണ് അഗർബത്തി മേക്കിംഗ്. അഗർബത്തി നിർമ്മാണം വളരെ ലളിതവും വളരെ കുറഞ്ഞ നിക്ഷേപത്തിൽ നിങ്ങൾക്ക് ആരംഭിക്കാൻ കഴിയുന്നതുമായ ഒരു ബിസിനസ് ആശയമാണ്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളവും സാംസ്കാരികവുമായി അതുപോലെ തന്നെ മതപരമായ ആവശ്യങ്ങൾക്കും മതപരമായ ഫംഗ്ഷൻസിനും നമ്മൾ അഗർബത്തി ഉപയോഗിക്കാറുണ്ട്. വീടുകളിലും അമ്പലങ്ങളിലും പള്ളികളിലും എല്ലാം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അഗർബത്തി. അപ്പോൾ എപ്പോഴും ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരു വസ്തുവാണ് അഗർബത്തി. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഈ ഒരു ബിസിനസ് വളരെ ഉയർന്ന ലാഭവും എളുപ്പത്തിലുള്ള വിപണി പ്രവേശനവും വാഗ്ദാനം ചെയ്യുന്നു. പ്രകൃതിദത്ത സുഗന്ധദ്രവ്യങ്ങളും അതുപോലെ തന്നെ പരിസ്ഥിതി സൗഹൃദ വസ്തുക്കളും ഉപയോഗിക്കുന്നത് ഈ ഒരു അഗർബത്തിയുടെ ഡിമാൻഡ് വളരെയേറെ വർദ്ധിപ്പിക്കുന്നു. പാരമ്പര്യവും ആധുനിക ബിസിനസ് സാധ്യതകളും സംയോജിക്കുന്ന ഒരു അനുയോജ്യമായ ചെറുകിട സംരംഭമാണിത്. 25,000 രൂപ മുതൽ 70,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് വളരെ എളുപ്പത്തിൽ ആരംഭിക്കാവുന്നതാണ്. വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ ലാഭം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഈ ഒരു ബിസിനസ് നിങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് മാർജിൻ 50% മുതൽ 60% വരെ ആയിരിക്കും. ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിനും നിങ്ങൾക്ക് ലൈസൻസുകൾ ആവശ്യമുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. MSME അല്ലെങ്കിൽ ഉദ്യം ലൈസൻസ്, GST, ലോക്കൽ പഞ്ചായത്ത് NOC എന്നീ ലൈസൻസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബാംബൂ സ്റ്റിക്സ്, ചാർക്കോൾ പൗഡർ, ജിഗറ്റ് പൗഡർ, പെർഫ്യൂംസ് എന്നിവ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ വളരെയേറെ ലാഭം ലഭിക്കുന്ന ഈ ഒരു ബിസിനസ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ആരംഭിക്കാവുന്നതാണ്. മൂന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്ന ബിസിനസ് ഐഡിയ ആണ് ഓർഗാനിക് വെജിറ്റബിൾ ഫാമിംഗ്. കീടനാശിനി രഹിതവും പുതുമയുള്ളതുമായ ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചു വരുന്നതിനാൽ പോളി ഹൗസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഗാർഡനിങ് വഴിയുള്ള ജൈവ പച്ചക്കറി കൃഷി കേരളത്തിൽ വളരെ രീതിയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെയേറെ ഉയർന്ന ലാഭം നൽകുന്ന ഒരു ബിസിനസ് ആശയമാണ്
ഇത്. പരിമിതമായ സ്ഥലവും പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കാലാവസ്ഥയുമായതിനാൽ ഈ ആധുനിക കൃഷി രീതി വളരെ കുറഞ്ഞ സ്ഥലത്ത് വളരെ കുറഞ്ഞ വിഭവങ്ങൾ ഉപയോഗിച്ച് ഒരു വർഷം മുഴുവനും നമുക്ക് കൃഷി ചെയ്ത് വിളവെടുക്കാൻ സഹായിക്കുന്നു. തിരുവനന്തപുരം, കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങളിലെ ഉപഭോക്താക്കൾ ഇത്തരത്തിലുള്ള ആരോഗ്യകരമായ ജൈവ പച്ചക്കറികളെ തേടുകയാണ്. ഇത് ശക്തമായ ഒരു പ്രാദേശിക വിപണി സൃഷ്ടിക്കുന്നു. ഈ പരിസ്ഥിതി സൗഹൃദ ബിസിനസ് നല്ല വരുമാനം ഉറപ്പാക്കുക മാത്രമല്ല, സംസ്ഥാനത്ത് സുസ്ഥിരമായ കൃഷിരീതികളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഒരു കൃഷി ആരംഭിക്കുന്നതിനാവശ്യമായ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് നോക്കാം. 50,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൃഷി വളരെ സിമ്പിളായി നിങ്ങളുടെ ചുരുങ്ങിയ സ്ഥലത്ത് ആരംഭിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഒരു ഏക്കറിലോ അല്ലെങ്കിൽ 50 സെന്റ് സ്ഥലത്തോ കൃഷി ചെയ്യാനുള്ള ഒരു സ്ഥലം നമ്മുടെ കയ്യിൽ ഉണ്ടാകില്ല. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ടെറസിൽ വളരെ സിമ്പിളായി ഈ ഒരു ഓർഗാനിക് ഫാമിംഗ് ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഈ ഒരു ബിസിനസ് നിങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് മാർജിൻ 50% മുതൽ 70% വരെ ആയിരിക്കും. ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ ലൈസൻസുകൾ എന്താണെന്ന് നമുക്കിനി നോക്കാം. ഉദ്യം രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ലാൻഡ് യൂസ് അപ്രൂവൽ എന്നിവയുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കൃഷി വളരെ വേഗത്തിൽ ആരംഭിക്കാവുന്നതാണ്. നാലാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബിസിനസ് ഐഡിയ ആണ് കേരള സ്റ്റൈൽ ഫുഡ് ട്രക്ക് ബിസിനസ്. കേരള ശൈലിയിലുള്ള ഭക്ഷണം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന, ഉയർന്ന ലാഭം ലഭിക്കുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ്. സംസ്ഥാനത്തിന്റെ സമ്പന്നമായ പാചക പൈതൃകവും ആധുനികവും മൊബൈൽ ഡൈനിങ് അനുഭവവും സംയോജിക്കുന്നു. കപ്പ മീൻകറി, പൊറോട്ട, ബീഫ് ഫ്രൈ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട കപ്പ ബിരിയാണി എന്നിങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന, അവരുടെ നൊസ്റ്റാൾജിയ ഉയർത്തുന്ന ഇത്തരത്തിലുള്ള ഫുഡുകൾ അവർക്ക് വളരെ നല്ല രീതിയിൽ നൽകുകയാണെങ്കിൽ ഉറപ്പായും ഈ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആയി റൺ ചെയ്യാൻ നിങ്ങൾക്കും സാധിക്കും. ഈ ഒരു ബിസിനസ് ആശയം സ്ട്രീറ്റ് ഫുഡ് ലവേഴ്സിനെയും അതുപോലെ തന്നെ സഞ്ചാരികളെയും വളരെ നല്ല രീതിയിൽ ആകർഷിക്കുന്നു. പരമ്പരാഗത റെസ്റ്റോറന്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് വളരെ കുറഞ്ഞ നിക്ഷേപം മതിയാവും. നമുക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. കേരളത്തിൽ വളർന്നു വരുന്ന ഫുഡ് ടൂറിസം ഈ ഒരു ബിസിനസിനെയും ലാഭകരമാക്കുന്നത് വളരെ ഉറപ്പായ ഒരു കാര്യമാണ്. 1,50,000 രൂപ മുതൽ 4 ലക്ഷം രൂപ വരെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് മാർജിൻ ഏകദേശം 40% മുതൽ 55% വരെയാണ്. ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്ന ആവശ്യമായ ലൈസൻസുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. FSSAI, പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ ലൈസൻസ്, വെഹിക്കിൾ പെർമിറ്റ് എന്നിവയുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് എന്താണെന്ന് നോക്കാം. സീ ഫുഡ്, റൈസ്, സ്പൈസസ്, ബനാന ലീവ്സ് എന്നിങ്ങനെ ഭക്ഷണം പാകം ചെയ്യുന്നതിന് ആവശ്യമായ വസ്തുക്കളും അതുപോലെ തന്നെ അത് കുക്ക് ചെയ്യാൻ ആവശ്യമായ ഒരു സ്മോൾ അല്ലെങ്കിൽ ഒരു ഫുഡ് ട്രക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് വളരെ വേഗത്തിൽ ആരംഭിക്കാവുന്നതാണ്. അഞ്ചാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബിസിനസ് ആശയമാണ് ഐസ് ക്യൂബ് മാനുഫാക്ചറിംഗ്. കേരളത്തിലെ ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയിൽ സ്ഥിരമായി ഉയർന്ന ഡിമാൻഡ് ഉള്ളതും ലളിതവും വളരെ കുറഞ്ഞ നിക്ഷേപമുള്ളതുമായ ബിസിനസ് ആശയമാണ് ഐസ് ക്യൂബ് മാനുഫാക്ചറിംഗ് ബിസിനസ്. ജ്യൂസ് കടകൾ, റെസ്റ്റോറന്റുകൾ, കള്ള് ഷാപ്പുകൾ, വിവാഹ ആവശ്യങ്ങൾ, സീ ഫുഡ് മാർക്കറ്റ് എന്നിങ്ങനെ എല്ലാ മേഖലയിലും എല്ലാ റെസ്റ്റോറന്റുകളിലും ഇത്തരത്തിൽ ഐസ് ക്യൂബുകളുടെ പ്രാധാന്യം വളരെ വലുതാണ്. കുറഞ്ഞ അസംസ്കൃത വസ്തുക്കളും അതുപോലെ തന്നെ പ്രവർത്തിപ്പിക്കാൻ വളരെ എളുപ്പമുള്ളതുമായ ഈ ഒരു ബിസിനസ് ആശയം വളരെ ഉയർന്ന ലാഭം നമുക്ക് നൽകുമെന്നത് വളരെ ഉറപ്പായ കാര്യമാണ്. സ്ഥിരവും വിപുലവുമായ ഒരു സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്ക് വളരെ മികച്ചൊരാശയമാണ് ഇത്. ഇത് വളരെ പ്രായോഗികവും ഒരു വർഷം മുഴുവനും ലാഭം നൽകുന്നതുമായ ഒരു ബിസിനസ് ആശയമാണ്. ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് ഏകദേശം 70,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്. ഈ ഒരു ബിസിനസ് ആരംഭിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് മാർജിൻ വരുന്നത് 50% മുതൽ 60% വരെയാണ്. ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ ആവശ്യമായ ലൈസൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. FSSAI, പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ ലൈസൻസ് എന്നീ ലൈസൻസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ടർ, പ്ലാസ്റ്റിക് ബാഗ്സ്, ഐസ് ക്യൂബ് മെഷീൻസ് എന്നിവയുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാം. ഈ ഒരു ബിസിനസിന്റെ സാധ്യതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ ഇപ്പോൾ ചുട്ടു പൊള്ളുന്ന വെയിലാണ്, അതുപോലെ തന്നെ ഒരു ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് എപ്പോഴും കേരളത്തിലുള്ളത്. അപ്പോൾ നമുക്ക് ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്നതിനായാലും റെസ്റ്റോറന്റുകളിലായാലും നമുക്ക് ഐസ് ക്യൂബുകളുടെ ആവശ്യകത വളരെ ഏറെയാണ്. അപ്പോൾ ഒരു വർഷം മുഴുവനും ഈ ഒരു ബിസിനസ് ആരംഭിച്ചാൽ ഐസ് ക്യൂബ് എപ്പോഴും ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ ഈ ഒരു ബിസിനസിന് എപ്പോഴും സ്കോപ്പ് വളരെ മുകളിൽ തന്നെയാണ്. അപ്പോൾ വളരെ കുറഞ്ഞ പ്രോഫിറ്റിൽ വളരെ ലാഭകരമായി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മികച്ച ആശയമാണ് ഐസ് ക്യൂബ് മാനുഫാക്ചറിംഗ് ബിസിനസ്. നിങ്ങൾ ഈ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ലൈസൻസ് ആണ് ആവശ്യമുള്ളത്, അതുപോലെ തന്നെ എത്ര രൂപയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ആരംഭിക്കാൻ കഴിയും. ഈ വർഷം വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ വളരെ വലിയ ലാഭം ലഭിക്കുന്ന 5 ബിസിനസ് ആശയമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത്. നിങ്ങൾ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ വളരെ സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് ബിസിനസ് ആണ് ചൂസ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കൂ. അത് മാത്രമല്ല, ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. പിന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ കാണാനും കഴിയും. ബോസ്വാല,
Be the boss.